വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോഗ്സ്. ഗൈസ്, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചുമയാണ്. അതുകൊണ്ട് ഹായ് പറയും എല്ലാവരോടും. ഇത്ര നേരമില്ല ചുമ, ഇപ്പൊ മൊട്ട ഹായ് പറയൂ. എന്റെ ചുമയെന്ന് നേരെ ഇവന് വന്നു. എല്ലാവരോടും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും. ഫുൾ ഉഷാറായിട്ടുണ്ട്. നമ്മള് കൊറേ നാളായി നമ്മള് വ്ലോഗ് ചെയ്തിട്ട്. ലോങ് വ്ലോഗ്, ലാസ്റ്റ് ഇട്ട വ്ലോഗ് ചെയ്ത് അന്ന പോണത്. പിന്നെ നമുക്ക് 1-2 പരിപാടികളുണ്ട്. ഒന്നാമത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ അങ്ങോട്ടൊന്ന് പോണം. കണ്ടിട്ടില്ലല്ലോ ചാവാറ ഒന്നിലാണ് ഇട്ടേക്കണേ തണുപ്പ്. അല്ല AC. ഇത് ഇല്ലാത്ത ചുമ എനിക്ക് വണ്ടിയില് കയറി പോകുന്നത്. തണുപ്പ് ചൈത്ര നേരം ചുമയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് പോണ വഴിക്ക് നമ്മള് പോണ സ്ഥലം എന്ന് പറഞ്ഞാല് തക്കുവിന്റെ വീട്ടിലേക്കാ പോണത്. തക്കുവിന്റെ വീട്ടിലേക്ക് അതെ, ഇവളുടെ നാത്തന്റെ നീതി. അപ്പൊ നിന്റെ അവന്റെ ആദത്തിന്റെ അടുത്തേക്കാണ് നമ്മള് പോണത്. നമ്മള് പോണതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ കയ്യോ കാലോ എന്തൊക്കെയോ പൊള്ളിന്ന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പൊ അതാണ് മെയിൻ പരിപാടി. അതാണ് പോണ വഴിക്ക് നമ്മൾ നമ്മുടെ വീട് പണി നടക്കണതിന്റെ പേരില് അങ്ങോട്ടേക്ക് നമുക്കും കൂടി കയറണം. അവർക്ക് രണ്ടുപേർക്കും പനിയുണ്ട്. ഇവർക്ക് ചുമയുണ്ട്. ആദക്കാച്ചിക്കൂട്ടിന് പനിയും ചുമയുണ്ട്. അബൂട്ടനും പനിയുണ്ട്. അതെ, അപ്പൊ നമ്മള് പോവാണ്. ആദ്യം നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് പോവാം. വീട് ലോങ് വീഡിയോ കാണിച്ചിട്ട് കുറെ നാളായി. ചുമ വരുമ്പോ എല്ലാവരും ഡോക്ടറെ പോയി കാണിക്കുക, എന്നിട്ട് മരുന്ന് കഴിക്കും. പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല ഡോക്ടറെ. എനിക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് കാര്യമുള്ള ആൾക്കാർക്കൊക്കെ എടുത്തിട്ടതാ. ഞാൻ എന്നിട്ട് എടുത്ത് കൊടുത്തേക്കണ അരിയാതൊക്കെ ഏതോ ഒരാൾക്ക് കിട്ടുന്ന സാരി സാരികൾ ഉണ്ടായിട്ട് എടുത്തിട്ടേക്കണേല് അതൊക്കെ ഒരാൾ വന്ന് കൊണ്ടുപോയി. അപ്പൊ ഞാനത് ആൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തത് സാരി ഉണ്ട്. അമ്മച്ചി എടുത്ത് കൊടുത്തേക്കാം. ആ സാരി ശരിക്കും മറ്റേ 1 മിനിറ്റ് സാരിയാ. ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്താൽ മതി. സ്റ്റിക്കറാണ്. അപ്പൊ നമുക്ക് സുഖമായിട്ട് കൊടുക്കാം. നാളെ എന്ത് ചെയ്തെന്നറിയോ, ഇന്നലെ ആ സാധനമൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് കളഞ്ഞ് സാധാ സാരി പോലെ ഉപയോഗിക്കാൻ. അല്ല, ഞാൻ അന്ന് വാങ്ങി അന്ന് ഇട്ടാളെ നോട്ടിട്ടുണ്ടായിരുന്ന സാരി അല്ലേ, നല്ല സാരിയാന്ന് പറഞ്ഞിട്ട് അതന്നെ. ഇന്നലെ അപ്പൊ ഞാൻ എന്റെ മറ്റേ അലമാരൊന്നും ഒതുക്കണ സമയായിരുന്നേ. അപ്പൊ ഈ സാരിയൊക്കെ ഞാനത് മാറ്റി വെച്ച് അത്രേ ഉള്ളൂ. അതിന്റെ ബ്ലൗസ് തയ്ക്കാൻ എനിക്ക് 600 രൂപയായി. അതന്നെ, നല്ല ജോർജറ്റ് ഷിഫോൺ നല്ല സാരികൾ ഇങ്ങനെ ഷിഫോൺ സാരിയാ. നല്ല പറഞ്ഞോട്ടെ, ഫ്ലോറൽ പ്രിന്റിന്റെ സാരിയാണ്. നല്ല രസമുണ്ട്. ലിങ്ക് കിട്ടണമെങ്കിൽ 600 രൂപയുള്ളൂ. ലിങ്ക് കിട്ടണമെങ്കിൽ അന്ന് ഞാൻ വാങ്ങിയ 200 രൂപ. അത് വാങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഇതിന്റെ 2x ബ്ലൗസ് തുണി എടുക്കണമെങ്കിൽ എത്ര കാശ് വേണം? 10-400 രൂപ. തൈപ്പാശ് വേണം 100-300 രൂപ. കൂടുതൽ കാശ് തൈപ്പാശ് ബ്ലൗസ് തുണിക്കും വേണം. അപ്പൊ നമുക്ക് ഇനി എന്തായാലും വീടിന്റെ അവിടേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യം. തേപ്പ് കഴിഞ്ഞു അല്ലേ? എന്നിട്ടാ നമ്മുടെ അതെ ഗൈസ്, തേപ്പ് കഴിഞ്ഞു. കൊള്ളാലേ? ഈ സൈഡൊക്കെ തേച്ച് കഴിഞ്ഞുട്ടോ. നമ്മുടെ വീട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും തേച്ചത്. പുറമൊക്കെ തേച്ച് കഴിഞ്ഞുട്ടോ. പുറമൊക്കെ തേച്ചു. ഞാൻ കാണിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് നേരെ പോവാം അല്ലേ? വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ. നീ വന്നുണ്ടാ? SBB വന്നുണ്ടാ? ഇനിയാണ് നമ്മളുടെ പൈസയൊക്കെ പോണ പരിപാടി മെയിൻ ആയിട്ടുള്ളത്. പൈസ പോണതിന് ഒരു വഴി ഉണ്ടാവില്ല. ഒരു വഴി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോണ വഴി കാണില്ല. ഇത്ര എത്തി നമ്മളതാ. ഇതാണ് നമ്മുടെ ലുക്ക്.
ഇതൊക്കെ ഇനി പരിപാടികളുണ്ട്. നമുക്ക് ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യണം. പിന്നെന്താ ലാൻഡ്സ്കേപ്പ് ചെയ്യണം. പിന്നെന്താ പിന്നെ മുകളില് നമുക്ക് ഡ്രസ് ഉണ്ട്. പിന്നെ നമുക്ക് സോളാർ വെക്കാൻ പ്ലാൻ ഉണ്ടല്ലേ? സോളാർ വെക്കാൻ പ്ലാൻ ഉണ്ട്. പിന്നെ വേറെ എന്തിട്ടാടി പിന്നെയുള്ള ഫർണിച്ചർ വാങ്ങണം. അതെ, ടൈലിടണം, ഇന്റീരിയർ ചെയ്യണം. കൊറേ പരിപാടികളുണ്ട്. പിന്നെ ജനല് വാതില് വെക്കണം. ലോട്ട് ഓഫ് വർക്ക് ടു ഡു ഗൈസ്. നിങ്ങള് റീസെന്റ് വീട് പെടുന്നേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കുറെ നല്ല നല്ല സ്ഥലങ്ങൾ, പൈസ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് പൈസ കുറഞ്ഞ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. എന്റെ മുകളിലിട്ടുണ്ട്. ഏതിന്റെ അതിനാ അതിന്റെ മുകളിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? അവിടെ ലൈറ്റ് ഇടോ? ഈ സീലിംഗുമ്മ ഇട്ടിടും. എന്താ അപ്പൊ നമുക്ക് പോവാം. അതാ ഇവിടെ നിന്ന് കഴിഞ്ഞാല് നിനക്ക് കാണാൻ പറ്റും ഇതിന്റെ സൈഡ് തേച്ചതും ഇതിന്റെ ഉള്ളൊക്കെ തേച്ചത് കണ്ടോ? ദേ നോക്കിയേ. എന്നിട്ടാണ് പോവല്ലേ? ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. കയറിക്കോ. നിങ്ങളൊരുത്തിന്റെ തല നോക്കിയ തേക്കടാ. കേട്ടാ ഒരുത്തിന്റെ തല നോക്കി. ഇതാരാ? ഇതാരാ? ആരാ? ആരാടാ? ഹച്ചുകൂട്ടനാ? ഹച്ചുകൂട്ടനാ? അതാ മാവയാ. ആ ചെരുപ്പിടാണ്ട് റോട്ടി കൂടെ നടക്കണം. ഓടിപ്പോക്കോ ഓടിപ്പോക്കോ ഓടിപ്പോക്കോ. പതുക്കെ മതി. വീഴും ബേബി. ആ വിട്ടിട്ട് നോക്കണേ നീ. വിട്ടിട്ട് നോക്കണേ. കുഞ്ഞിതായാലും ഇത് അല്ലേ? ആണല്ലേ കുഞ്ഞിതായാള്. ഒറ്റൊന്നിനൊക്കെ അറിയണേ. എന്തിട്ടാ നിനക്ക് പറ്റിയേ? എവിടെ? എന്നിട്ട് എവിടെ കാല് കാണിച്ചേ? കാലിന്റെ അടിയിലാണ് തോട്ടമേ. അപ്പൊ അത് പറയാം കാലുമ കാലെന്ന് പറഞ്ഞ ഞാൻ വെച്ച് കാലിന്റെ അടിയിലാണെന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ച പാദത്തിന്റെ അടിയിലാണ്. അങ്ങനെ പറയും. അബ്രോ ആർക്ക്? ആദം എവിടെ? ഹസ് ബേബി എവിടെയാ? ഹസ് ബേബി എവിടെയാ? ഔട്ടോ? നോ നോ നോ. തല്ലുകൂടരുതട്ടാ. ഇപ്പൊ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോണ്ടല്ല രണ്ടും കൂടി ഭയങ്കര തല്ലാവും. ചെടി വെക്കുക അതിന് സ്റ്റേജ് കിട്ടുണ്ടോ? ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി, ഇതൊരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിയ. പിന്നെന്തിട്ടാ ഇതെന്നിട്ടാ? മീൻകറി. പിന്നെ കൊണ്ടാട്ടം. ഇത് കുടിതായോണ്ട് കുടുതയ്ക്കാ. ആരോ എന്നിട്ട് കൊണ്ടോട്ടം രസമുണ്ടാവും. നല്ല ഉപ്പുണ്ടാവൂലേ? എനിക്ക് ഇഷ്ടായി അത്. ഉപ്പുള്ളതാണോ? ഉപ്പുള്ളതാണെങ്കിൽ നല്ലതാ. അതെ. ഉപ്പില്ല? അതിനൊപ്പൊന്നുമില്ല. നല്ല ക്രിസ്പിയാണോ? കൊള്ളാം. നല്ല നീ പോരേട്ടാ. ഹസ് ബേബി നമുക്ക് ഉണ്ണീനെ കൊണ്ടുപോവാ. പോകുമ്പോ ഉണ്ണീനെ കൊണ്ടുപോണോ? ഹസ് ബേബി നമുക്ക് ഉണ്ണീനെ കൊണ്ടുപോണോ? ഈ ഉണ്ണീനെ കൊണ്ടുപോണോ? ആരോട് ചോദിക്കി. ആരോന്ന് ചോദിക്കി. പോകുമ്പോ താരോ
കൊണ്ടുപോയി നോക്കോ എന്നിട്ട് കൊടുക്കാവന് കൊടുക്ക എന്നിട്ട് പാപ്പ കൊടുക്ക ആദമന്നുണ്ടാ ഹസ്ബേബി പോവാ ഗൈസ് നമ്മള് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാണ് പോട്ടാപ്പ ഹസ്ബേബി ബായ് പറഞ്ഞേ ആന്റിയോട് ഇതെന്നിട്ട് കയ്യില് അവൻ കാണണ്ടാട്ടാ കണ്ടു കഴിഞ്ഞ സീരാണ് ഹസ്ബേബി കണ്ടു ഞാൻ കണ്ടു ഞാൻ കിട്ടും അപ്പുറം കരച്ചിലായി നല്ല കരച്ചിലായി അത് പോട്ടെ അവൻ നമ്മുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് കരയണത് ഒരു ഫോൺ അവനെ എന്തിനാ ചിരിച്ചു നിക്കണേ എന്തിങ്ങനെ നിക്കണേ ഗൈസ് വേറെ ഒന്നല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെയും വരെ ഒരു 45 മിനിറ്റ്സ് ഒരു കോളിലായിരുന്നു അതാണെന്ന് തോന്നുന്നു ഗൈസ് അപ്പൊ അത്രയ്ക്കുള്ള വേറെ പ്രത്യേകിച്ച് കേരളത്തിലെ ടാറ്റ ബൈ ബി സി ഗുഡ് നൈറ്റ് ബാക്കിയുള്ളത് പോലീസ് പറഞ്ഞെടുത്തു ഞാൻ